ഹായ്, വെൽക്കം ബാക്ക് ടു വിസി ട്രേഡ്സ്. ഇന്ന് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ സിയിലേക്കാണ് എൻട്രി കൊടുത്തത്. പക്ഷെ നല്ല ലേറ്റായിട്ടാണ് കൊടുത്തത്. കാര്യം ഒരു വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പണായി വന്നപ്പോൾ നമുക്കൊരു ലെവൽസ് മാർക്ക് ചെയ്യുന്നുള്ള ടൈം വേണ്ടി വന്നു. നമ്മൾ അടുത്ത ലെവൽസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. ഏകദേശം 10 മണി കഴിഞ്ഞു കേട്ടോ ഫസ്റ്റ് എൻട്രി ഇട്ടപ്പോഴത്തേക്കും. അതും ഓൾറെഡി സിയിലേക്ക് തന്നെയാണ് എൻട്രി ഇട്ടത്. എൻട്രി 110 പോയിൻറ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ രണ്ടാമത് അത് ഒരു റീട്രേസ്മെൻറ്റ് വന്നു. ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ വന്നു. അവിടെ നിന്ന് എടുത്ത റീട്രേസ്മെൻറ്റിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് എടുത്താണ് ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എൻട്രി പോകുന്നത്. ആ സമയത്ത് എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയിരുന്നില്ല. സോ ഞാൻ അടുത്ത എൻട്രി ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്തപ്പോൾ അവിടെ നിന്ന് എടുക്കുവാണ്. അത് എൻട്രി ആക്റ്റീവാണ് എൻ്റെ നിലവിൽ. ഞാൻ എടുക്കിയ മാർക്കറ്റ് റേറ്റ് തന്നെ കൊടുത്തു. 455-40 എനിക്ക് എൻട്രി കിട്ടിയത്. മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അറിയാമല്ലോ, ഞാൻ എപ്പോഴും ഒരു 5 to 10% ഞാൻ ബുക്കിംഗ് നടത്താറുള്ളത്. അതുപോലെ തന്നെ ഞാനൊരു 3 ക്യാൻഡിൽ 4 ക്യാൻഡിനകത്ത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്ക് കമ്മ്യൂണിറ്റിയിൽ അടുത്ത ഞാൻ എൻട്രി എടുത്തത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. സീന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കുന്ന ആ രീതിയിലാണല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് എൻ്റെ ടെക്നിക്സുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ഉപയോഗമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. കാര്യം നമ്മളെപ്പോഴും ഒരു എൻട്രി എടുക്കുമ്പോഴത്തേക്ക് ഒരു 3 ക്യാൻഡിൽസിൽ ട്രേഡ് ക്ലോസ് ചെയ്യാൻ നോക്കാം. ആ ക്യാൻഡിൽസിൻ്റെ ഓളിയം നോക്കി കണക്കാക്കിയിട്ടുണ്ട് നമ്മൾ എൻട്രി ഹോൾഡ് ചെയ്യണോ വേണ്ടതെന്നാണ് തീരുമാനിക്കാനുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ എൻട്രി ഹോൾഡ് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി നിലവിലെ റീട്രേസ്മെൻറ്റ് വന്നു. മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്തു. അപ്പ് മൂവ്മെൻറ്റ് വന്നപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. പക്ഷേ എനിക്ക് ഓളിയം കറക്റ്റ് ആണെങ്കിൽ തന്നെയും എനിക്ക് വേണ്ട രീതിയിലേക്കൊരു മൊമെൻറ്റം എനിക്ക് അങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് നോക്കുവാണ് മാർക്കറ്റ് എത്ര വരെ പോകുന്നുള്ള കാര്യം കൺഫർമേഷൻ ഇപ്പോൾ നിലവിൽ എനിക്കില്ല. അപ്പോൾ ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു ക്യാൻഡിലൂടെ നോക്കും. അടുത്തൊരു ക്യാൻഡിലും ഓളിയം കയറി വരുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യണോ വേണോ എന്ന കാര്യം തീരുമാനിക്കുന്നത്. എപ്പോഴും ഒരു എൻട്രി എടുക്കുമ്പോൾ ക്യാൻഡിലെ ഓളിയം അതിൻ്റെ എത്രത്തോളം പോയിൻറ്റ്സ് മൂവ് ചെയ്യുന്നു എന്ന് നോക്കാം. ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോകുമ്പോഴത്തേക്ക് ആ ക്യാൻഡിൽസ് അത്യാവശ്യം വലിയ ക്യാൻഡിൽസ് ആണ്. പക്ഷേ അത്യാവശ്യം നല്ല പോയിൻ്റ് ഗ്രാബ് ചെയ്യുന്ന ക്യാൻഡിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ലോങ് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ക്യാൻഡിൽസ് ഫസ്റ്റ് ഓൺ ക്യാൻഡിൽ ക്ലോസ് ആയപ്പോഴത്തേക്ക് അതിന് വേണ്ടി ഒരു പോയിൻറ്റ്സ് ഗ്രാബ് ചെയ്തിട്ടില്ല. ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ, വെറും 3% ആണ്, 3% താഴെ 2% അടുപ്പിച്ചാണ് ആ ഒരൊറ്റ ക്യാൻഡിൽ റിട്ടേൺസ് എനിക്ക് കിട്ടിയത്. അപ്പം അടുത്തൊരു ക്യാൻഡിൽ ഓപ്പൺ ആയപ്പോഴാണ് ഓൾറെഡി പോയിൻറ്റ്സ് കുറച്ചും കൂടെ കൂടി തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് ആ ക്യാൻഡിൽസ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊരു മൊമെൻറ്റം വരുന്നില്ല. നമുക്കത് നോക്കാം. ഞാൻ ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന ടൈമിന് ഞാൻ എൻ്റെ എൻട്രി ഹോൾഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ട്രേഡിങ്ങിൻ്റെ എൻട്രി നമുക്ക് വേണമെങ്കിൽ എന്ന ഏരിയ നമുക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യും. പക്ഷേ എക്സിറ്റ് ടൈം ടു നമ്മൾ തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ മാക്സിമം സ്റ്റോപ്പ് ലോസ് കയറ്റിക്കൊണ്ട് വരികയോ ട്രയലിംഗ് എസ് എൽ ഇടുകയോ ചെയ്യുക. സോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ എൻട്രി ഞാൻ പ്രോപ്പർ ഏരിയയിൽ നിന്ന് ഒരു എൻട്രി എടുത്തു. പക്ഷേ ഇതിൻ്റെ എക്സിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു 100 പോയിൻറ്റ് ഗ്രാബ് ചെയ്ത് എക്സിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഓൾറെഡി മുമ്പുള്ള മുകളിലത്തെ ക്യാൻഡിൽസ് പോയി നിൽക്കുന്നുണ്ട്. ആ ഏരിയ അവിടെ റെസിഡൻസ് ഏരിയ ഫോം ആയിട്ടുണ്ട്. അത് ക്രോസ് അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്യുകയോ ചെയ്യണം. ആ റെസിഡൻസ് ഏരിയ വരെയാണ് ടാർഗറ്റ് വയ്ക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ക്യാൻഡിൽസ് ഇപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽസ് അത്യാവശ്യം ഓളിയം വന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട്. റിട്ടേൺസും അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന അനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്യും ഇതിന് ഹോൾഡ് ചെയ്യണമോ വേണ്ടയോ. പക്ഷേ ഞാൻ എപ്പോഴും 2 അല്ലെങ്കിൽ 3 ക്യാൻഡിൽസിൻ്റെ എൻട്രി ക്ലോസ് ചെയ്യാറുണ്ട്. അത് 10% ആ സമയത്ത് എത്താറുണ്ട്, ഞാൻ ക്ലോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ എത്ര എത്തും എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റും. സാധാരണ എനിക്ക് 1.5 ക്യാൻഡിൽ 2 ക്യാൻഡിൽ തീരുന്നതിന് മുമ്പ് തന്നെ 10% റിട്ടേൺസ് കിട്ടി. ഞാൻ എൻ്റെ സേഫ് ബുക്കിംഗ് എപ്പോഴും നടത്തും. ഞാൻ എൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഞാൻ വ്യക്തമായ എൻ്റെ റൂൾസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഇത് പോരാ, കൂടുതൽ വേണമെന്ന ചിന്താഗതി വരും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പിന്നെ ലോസസിലേക്ക് പോകുന്നത്. സോ എനിക്ക് ഇത്ര പോയിൻ്റ് മതി എന്നുദ്ദേശിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പെർസെൻറ്റേജിലാണ് കണക്കൂട്ടുന്നത് കൊണ്ടും എനിക്ക് എപ്പോഴും സേഫാണ്. ഞാൻ പോയിൻറ്റിലല്ല കണക്കൂട്ടുന്നത്. ഇപ്പോൾ ഇത് തന്നെ ഇപ്പം എൻട്രി എടുത്തിട്ട് ഓൾമോസ്റ്റ് 455 എൻട്രി വന്നിരിക്കുന്നത്. ഇപ്പം 20 പോയിൻ്റ് ഇപ്പം നിലവിൽ മൂവ് ചെയ്തിട്ടുള്ളൂ. 30 പോയിൻ്റ് മൂവ് ചെയ്ത് പോകുന്നത് ഞാൻ എപ്പോഴും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിൽ കണക്കൂട്ടുമ്പം നമുക്ക് എപ്പോഴും ബുക്കിംഗ് നടത്താൻ വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. ഇപ്പം ഇത് പോകുന്നു ഡൗൺ വരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും എനിക്ക് വേണ്ട ഒരു മൊമെൻറ്റം ആ ക്യാൻഡിൽ വന്നിട്ടില്ല. കുറച്ചും കൂടെ ഇച്ചിരി ലോങ് ക്യാൻഡിലാണ് വരേണ്ടിയിരുന്നത്. കാര്യം ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന റീട്രേസ്മെൻറ്റ് സപ്പോർട്ട് എടുക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിലൊരു മൊമെൻറ്റം നടക്കേണ്ടതാണ്.
പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിങ്ങനെയാണ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പല സമയം നമുക്ക് സ്കോർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ ചിന്ത വരും. പക്ഷേ നമ്മളെ പ്ലാൻ കൺഫേം, അത് നമ്മൾ ഇട്ടേക്കുന്ന ഒരു എയിം ഉണ്ടല്ലോ, നമുക്കൊരു വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടായിരിക്കില്ല. ആ പ്ലാന് എത്തില്ല എന്ന് കൺഫേം ആയാൽ മാത്രമേ നമ്മൾ സ്കോർ ഓഫ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുക, നമ്മൾ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിലവിൽ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിലവിൽ ട്രൈനിങ് എസിൽ ഇട്ടിട്ടുണ്ട്. സോ ഇൻ കേസ് റിവേഴ്സ് വന്നാലും ഞാൻ പ്രോഫിറ്റ് തന്നെ എക്സിറ്റ് ചെയ്യും. കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതല്ല, ഈ ട്രെയിലിന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ 7% റിട്ടേൺസ് ആയിട്ടുണ്ട്. ഒരു 10% എത്തുമ്പോൾ എന്തായാലും എക്സിറ്റ് ചെയ്യും. കാരണം മൊമെൻ്റ് ഞാൻ ഉദ്ദേശിച്ച കണക്കുള്ള മൊമെൻ്റ് ആ ക്യാൻഡിൽ വരുന്നില്ല. ഓക്കെ, നമുക്ക് ഓൾറെഡി 40ഓളം പോയിൻ്റ് മൂവ് ചെയ്തു. ഓൾറെഡി 8% വന്നു റിട്ടേൺസ്. ക്യാൻഡിൽ മൂവ് ആവുന്നുണ്ടെങ്കിലും പ്രീമിയം അതിന് വേണ്ടി മൂവ് ആവുന്നില്ല. കാരണം നമ്മൾ വിക്സും കാര്യങ്ങളൊക്കെ ആ രീതിയിലായതുകൊണ്ടാണ്. പ്രീമിയം അത്യാവശ്യം നല്ല കൂടുതലാണല്ലോ ഇപ്പം, അതുകൊണ്ടാണ് പ്രീമിയം അപ്പോൾ വലുതായിട്ട് മൂവ് ആകുന്നത്. ഇൻഡെക്സ് മൂവ് ചെയ്താലും പ്രീമിയം വലുതായിട്ട് മൂവ് ചെയ്യുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ഇത്രയും ഗ്യാപ്പ് അപ്പിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഞാൻ എൻട്രി ഇട്ടില്ലായിരുന്നു. 2-3 വ്യക്തികളുടെ പേഴ്സണൽ മെസ്സേജ് ചോദിച്ചു എന്തിന് എൻട്രി ഇല്ലേന്ന്. അപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, ഗ്രൂപ്പിൽ വ്യക്തമായിട്ട് ഇടുന്നുണ്ട്, നമുക്ക് എന്നും ട്രേഡിംഗ് ഡേ അല്ല, ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ മാത്രമാണ് നമുക്ക് എൻട്രീസ് ഉണ്ടാവുക. കാരണം ഇന്ന് ഞാൻ എൻട്രി ഇട്ടതിന് ശേഷമാണ് 10-10:30 കഴിഞ്ഞു ഞാൻ എൻട്രി ഇടുമ്പോൾ തന്നെ എൻട്രി ഇട്ടതുണ്ടോ ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് കറക്റ്റ് 110 പോയിന്റ് നമുക്ക് എൻട്രി കിട്ടുകയും ചെയ്ത്. അതിന് മുമ്പ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ സമയത്ത് പ്രീമിയം അപ്പ് ആൻഡ് ഡൗൺ വലിയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒറ്റ ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ലായിരുന്നു. ആ സമയത്തൊന്നും പ്രീമിയം ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മളൊരു 50 പോയിന്റ് പോകും, അതിനൊക്കെ തിരിച്ച് 40 പോയിന്റ് തിരിച്ചു വരും, പിന്നെ 20 പോയിന്റ്, പിന്നെ 50 പോയിന്റ് താഴെ വരും. ആ രീതിയിലേക്കാണ് പ്രീമിയം പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഞാൻ എപ്പോഴും ഈ ഒരു ഇഷ്യൂ മുമ്പ് വന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ട്രേഡിങ് ടൈം തന്നെ ചേഞ്ച് ചെയ്തത്. കാരണം നമ്മൾ രാവിലെ 9:15 മുമ്പ് ഫസ്റ്റ് എൻട്രി വരുന്ന ഞാൻ ഇപ്പം നമ്മൾ 9:30 9:45 കഴിയുമ്പോഴാണ് ഫസ്റ്റ് എൻട്രീസ് ഇടുന്നത്. 12 ശേഷമാണ് അടുത്ത എൻട്രി ഇടുന്നത്. കാര്യം ഇപ്പം രാവിലെ ഒറ്റയടിക്ക് അറ്റ് എ ടൈം 2 കോളായിട്ടുണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഒരു കോള് രാവിലെ ഇടുന്നുള്ളൂ, പിന്നെ ഒരു കോൾ ഉച്ചയ്ക്ക് ശേഷം. ആ രീതിയിലേക്കാണ് എപ്പോഴും ഇടുന്നത്. കാരണം നമുക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. സോ പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ച് നമുക്ക് രാവിലെ എൻട്രീസ് ഇല്ല. അപ്പോൾ ഞാൻ 9:15 ഈ പറഞ്ഞ 9:30 എൻട്രീസ് നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം രാവിലെ നമ്മൾ കറക്റ്റ് 9:15 9:20 ഇടുന്ന എൻട്രീസ് ഒക്കെ എങ്ങനെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് 150-200 പോയിന്റ് നമുക്ക് ഗ്രാബ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു എൻട്രീസ് ആയിരുന്നു നമുക്ക്. അപ്പോൾ പ്രസൻറ്റിൽ രാവിലെ അത് നമുക്ക് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ടൈം ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എൻട്രി ഉണ്ടെങ്കിൽ എൻട്രി ഇടും, ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാം. നമ്മൾ ആദ്യം ഞങ്ങൾ എല്ലായിടത്തും പറയുന്ന കേസ് ട്രേഡ് ചെയ്യാതിരിക്കാൻ ആദ്യം പഠിക്കണമെന്ന്. നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കാൻ ആദ്യം പഠിച്ചാൽ മാത്രമേ നമ്മൾ സക്സസ് ആവുകയുള്ളൂ. പക്ഷേ ഈ എൻട്രിയിൽ എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഒരു 3 ക്യാൻഡിൽ മുന്നേ ഉണ്ട്, മൂന്നാമത്തെ ഒരു ക്യാൻഡിൽ മുന്നേ ഒരു ക്യാൻഡിലുണ്ട്, അതൊരു ഇംബാലൻസ് ഉണ്ടോ റെഡ് കാണുന്നത്. ആ ഇംബാലൻസ് ഒന്ന് ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യാൻ വേണ്ടിയെങ്കിലും മാർക്കറ്റ് മുന്നോട്ട് പോകണം. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്കിപ്പോൾ 2 ക്യാൻഡിലിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് തോന്നുന്നില്ല. മിക്കവാറും അത് റിവേഴ്സ് ടെൻഡൻസി വന്ന് വീണ്ടും ഒന്നും കൂടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മേ ബി മാർക്കറ്റ് മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി 45 പോയിന്റ് വന്നു. ഞാൻ 40 പോയിന്റ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ബുക്ക് ചെയ്തില്ല. ഞാൻ എന്തായാലും ഉടൻ തന്നെ സ്കോർ ഓഫിനുള്ള പ്ലാനിങ് കിട്ടണം. കാരണം ഇനി അത് ഹോൾഡ് ചെയ്യുന്നത് അത്ര നല്ലതാണെന്ന് എനിക്കും തോന്നുന്നില്ല. കുറച്ച് നേരം നമുക്കൊരു 1-2 മിനിറ്റ് കൂടെ നോക്കാം. ആ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന കൂടെ നോക്കാം. ആ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞിട്ട് അത് ഏത് ക്യാൻഡിലാണെന്ന് മനസ്സിലാക്കി കൺഫേം ആക്കിയതിന് ശേഷം നമുക്ക് സ്കോർ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്യണം. മൂന്നാമത്തെ ക്യാൻഡിലാണ് എൻ്റെ എപ്പോഴും ഞാനൊരു കൺഫർമേഷൻ എടുക്കുന്നത്, ഹോൾഡ് ചെയ്യണമോ സ്കോർ ഓഫ് ചെയ്യണമോ എന്നുള്ള കാര്യം. ഈ ആദ്യത്തെ 2 ക്യാൻഡിൽ ഞാൻ ഹാപ്പി അല്ല നിലവിൽ. മൂന്നാമത്തെ ക്യാൻഡിൽ അത്യാവശ്യം വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു മൊമെൻറ്റം മാർക്കറ്റിലുണ്ടെന്ന് എനിക്ക് പ്രതീക്ഷയുള്ളത്. എനിക്ക് വേണ്ട മൊമെൻറ്റ് ട്രെയിലിൽ എനിക്ക് കിട്ടിയിട്ടില്ല നിലവിൽ. അത് അങ്ങോട്ട് ഗ്രീനിലേക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല. അത് ബോഡി ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് ആ ബോഡി വന്നാൽ മാത്രമാണ് നമുക്കൊരു ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് എൻട്രി നമുക്ക് എവിടെ നിന്ന് വേണോ പ്ലാൻ ചെയ്യാം. കാരണം നമുക്ക് കറക്റ്റ് ആ ഏരിയ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഓട്ടോ ബ്ലോക്കോ അല്ലെങ്കിൽ വേറെ എംഒസോ ബിയോസോ കിട്ടുന്ന ഏരിയ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷേ എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈമിന് ആ സമയത്താണ് തീരുമാനിക്കേണ്ടത്.
ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ വരെ മാർക്കറ്റ് പോയെന്ന് വരത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്, ഒന്നെങ്കിൽ 3 ക്യാൻഡിൽസ് അല്ലെന്നുണ്ടെങ്കിൽ 5-10% ഞാൻ ബുക്കിംഗ് നടത്തും. എന്ന് വെച്ചിട്ട് 10% അല്ല, ചില സമയത്ത് 20-30-40% ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. 100% വരെ ബുക്കിംഗ് നടത്തിയ സിറ്റുവേഷൻ പറഞ്ഞാലുണ്ട്. അപ്പം അത് നമ്മളല്ല, എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഇരുന്ന് സ്പോട്ടിൽ തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരാളാണെങ്കിൽ എന്നും പറയാം, നമുക്ക് മനസ്സിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഇന്ന് എത്ര മതി എന്നുള്ള പ്ലാൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്, നോ ഇഷ്യൂസ്, നിങ്ങൾക്ക് എന്നും പ്രോഫിറ്റ് ആയിരിക്കും. ആ രീതിയിലേക്ക് എപ്പോഴും പ്ലാൻ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഞാനിത് എന്തായാലും സ്കോർ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യണം, കാരണം ഇതിഞ്ഞ് വെച്ചാൽ ശരിയാവില്ല. ആ ക്യാൻഡിൽ ക്ലോസിങ് ടൈം എന്നിട്ട് പോലും അത് ഗ്രീനിലേക്ക് പോയിട്ടില്ല. സോ എനിക്ക് ഉദ്ദേശിച്ച മൊമെൻറ്റം ആ മൊമെൻറ്റം വന്നിട്ടില്ല. അത് ഇല്ല, അതിഞ്ഞ് വെച്ചിട്ട് കാര്യമില്ല. ആ ക്യാൻഡിൽ ഇനി 1 മിനിറ്റേ ഉള്ളൂ, അതിഞ്ഞ് മൂവ് ആവും തോന്നുന്നില്ല. നമുക്ക് എന്തായാലും സ്കോർ ഓഫ് ചെയ്യാം. സ്കോർ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറെ എണ്ണിട്ട് നോക്കാം. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇന്ന് എത്രയ്ക്ക് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 10 ഞാൻ എപ്പോഴും എടുക്കാറുള്ളൂ. ഇന്ന് സ്കോർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി തൽക്കാലത്തേക്ക്. മാർക്കറ്റ് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എനിവേ താങ്ക് യു. സ്കോർ ഓഫ് ചെയ്യാൻ പോകണേ. ഓക്കെ.